ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു PSCയുടെ 174/2025 ക്വസ്റ്റ്യൻ കോഡ് ആൻസർ കീ ആയിട്ടാണ് PSCയുടെ പ്രൊഫഷണൽ ആൻസർ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സോട് പോകാം. തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചതാര്? തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത് ആരാണ്? അത് മഹാത്മാ അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത്. കേരളത്തിലെ ഇമാനുവൽ കോട്ടയും സെൻറ്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് ആരാണ്? രണ്ട് കോട്ടകളാണ്, ഇമാനുവൽ കോട്ടയും സെൻറ്റ് തോമസ് കോട്ടയും. അത് പണി കഴിപ്പിച്ചതാരാണ്? പോർച്ചുഗീസുകാർ പണികഴിച്ചതാണ് ഇമാനുവൽ കോട്ടയും സെൻറ്റ് തോമസ് കോട്ടയും. ആരുടെ കാലത്ത് അല്ലെങ്കിൽ ഏത് വിപ്ലവ കാലത്താണ് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്ന മരിയാനെ ഡാഷ് കാലത്ത് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മരിയാനെ? ഏത്? ഫ്രഞ്ച് വിപ്ലവം അല്ലേ? അപ്പോൾ നമുക്ക് PSCക്കാർ കൂടുതൽ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ആഴത്തിൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. നമ്മൾ പഠിക്കാത്തൊരു പോയിൻ്റാണ്. ആരുടെ കാലത്താണ് അല്ലെങ്കിൽ ആരുടെ അല്ല ഏത് വിപ്ലവത്തിൻ്റെ കാലത്താണ് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്ന മരിയാനെ എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ. 1936 ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ആരംഭിച്ചത്. 36 ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ആരംഭിച്ച ആരാ? ഡോക്ടർ BR അംബേദ്കറാണ്. അത് അഞ്ചാമത്തത് ഒരു പ്രസ്താവനയും കാരണമാണ് കേട്ടോ, സ്റ്റേറ്റ്മെൻറ്റും അസേർഷനും. ജാതി അനീതിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് 1873 മഹാത്മാ ജ്യോതിബ ഫൂലെ ഗുലാംഗിരി എന്ന കൃതി എഴുതി. പ്രസ്താവന ശരിയാണോ എന്ന് ആദ്യം നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് കേട്ടോ. ജാതി അനീതിയെ വിമർശിച്ചുകൊണ്ടാണ് മഹാത്മാ ജ്യോതിബ ഫൂലെ ഗുലാംഗിരി എന്ന കൃതിയെ മഹാത്മാ ജ്യോതിബ ഫൂലെ ഗുലാംഗിരി എന്ന കൃതി എഴുതിയത്. ഇനി രണ്ടാമത്തെ നോക്കാം. ഈ പുസ്തകം സംസ്കൃത ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുകയും മഹാബലി, മഹിഷ തുടങ്ങിയ ആര്യന്മാരല്ലാത്ത യോദ്ധാക്കളെ വീരന്മാരായി അവതരിപ്പിക്കുകയും ചെയ്തു. അതും ശരിയാണ് കേട്ടോ. സോ എയും ആറും ശരിയാണ്. എയുടെ ശരിയായ വിശദീകരണമാണ്. താഴെ പറയുന്നവരിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? പ്രശസ്തനായ ഒരു കലാകാരനും സിനിമാ പിന്നണി ഗായകനും കൂടിയാണ്. ആരാണ്? പുഷ്പവതി പോയിപ്പാടത്താണ്. ഇപ്പോഴത്തെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? പുഷ്പവതി പോയിപ്പാടത്ത്. വൈസ് ചെയർപേഴ്സണൊക്കെ സാധാരണ ചോദിക്കും, വൈസ് ചെയർപേഴ്സണോട് ചോദിച്ചു വന്നിരിക്കുന്നു അല്ലേ. പുഷ്പവതി പോയിപ്പാടത്ത്. മൊഹറോവിസ്ക് തുടർച്ചയില്ലായ്മയെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഭൂകമ്പ തരങ്ങളുടെ പ്രവണത താഴത്തെ പുറംതോടിൻ്റെയും മുകളിലത്തെ മാൻഡിലിൻ്റെയും അതിരുകൾക്കിടയിലുള്ള തുടർച്ചയില്ലായ്മയെ സൂചിപ്പിക്കുന്നു. ശരിയാണ്. 1909 മൊഹറോവിസ്ക് ആണ് ഈ തുടർച്ചയില്ലായ്മ കണ്ടെത്തിയത്. അപ്പോൾ 1, 3 ആണ് കേട്ടോ ശരിയായിട്ടുള്ളത്. യൂട്രോഫിക്കേഷനിലേക്ക് നയിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി അല്ലാത്തത്? നദിയിലെ വിഷരാസവസ്തുക്കളുടെ സാന്ദ്രതയിൽ വർധനവ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉയർന്ന സാന്ദ്രതയിൽ മലിനമായ വെള്ളം. അപ്പോൾ ഇത് രണ്ടുമാണ് യൂട്രോഫിക്കേഷന് കാരണം. എന്താണ്? വിഷരാസവസ്തുക്കളുടെ സാന്ദ്രതയിലെ വർധനവും സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉയർന്ന സാന്ദ്രതയിലെ മലിനമായ വെള്ളവും. ചേരുംപടിയാണ് ചന്ദ്രപൂർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് കേട്ടോ. ബനാസ് എന്ന് പറയുന്നത് ഗുജറാത്താണ്. രാമഗുണ്ടം എന്ന് പറയുന്നത് തെലുങ്കാനയാണ്. ദുർഗാപൂർ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ. അപ്പോൾ ചന്ദ്രപൂർ തെലുങ്കാന, ബനാസ് ഗുജറാത്ത്, രാമഗുണ്ടം താപവൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാനയിലെ, ദുർഗാപൂർ പശ്ചിമ ബംഗാളിലും. സോ ഓപ്ഷൻ ബി ആണ് കൃത്യമായി വിവരിക്കുന്നവയിൽ ഏതാണ്? കാളി ടീസ്റ്റ നദികൾക്കിടയിലുള്ളതാണ് കുമയൂൺ ഹിമാലയം. കാളി ടീസ്റ്റ എന്നീ നദികൾക്കിടയിലുള്ളതാണ് കുമയൂൺ ഹിമാലയം. ടീസ്റ്റ ബ്രഹ്മപുത്രയ്ക്കിടയിലോ? ആസാമാണ് കേട്ടോ, ആസാം ഹിമാലയം. തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് വിള ഗവേഷണമാണ് നടത്തുന്നത്? അത് അരിയാണ് കേട്ടോ. തൃശ്ശൂരിലെ മണ്ണുത്തിയിൽ അരിയാണ് ഗവേഷണം. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം. 38ാമത് ദേശീയ ഗെയിംസ് അത് ഉത്തരാഖണ്ഡിലായിരുന്നു. ന്യൂട്ടൻ്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനാണ് ബാധകമാണ്? ശ്രീമതി ബാർബറ വൂട്ടൻ്റെ അഭിപ്രായം. അത് സാമ്പത്തിക ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും. കാർഷിക വിളകളുടെ MSP നിശ്ചയിക്കുക
ലഭിക്കുന്നതിനുള്ള C2+50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപാദന ചെലവ് C2 അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? അത് സ്വാമിനാഥൻ കമ്മീഷനാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്? തീവ്ര കാർഷിക ജില്ലാ പരിപാടി, തീവ്ര കാർഷിക മേഖലാ പരിപാടി, ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യ പരിപാടി. താഴെ പറയുന്നവയിൽ ഏതാണ് നേരിട്ടുള്ള നികുതി? നേരിട്ടുള്ള നികുതി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് നികുതിയാണ് നേരിട്ടുള്ളത്. ഇന്ത്യയിലെ നിലവിലുള്ള GST നിരകൾ ഏതൊക്കെയാണ്? 0, 5, 15, 18, 25. 15, 0, 5, 12, 18, 28. 1919 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? അത് കേന്ദ്രത്തിലെ സഭ, സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയിട്ടുണ്ട്. ഇത് മൂന്നും ശരിയാണ് കേട്ടോ. 1976 42 ഭരണഘടനാ ഭേദഗതി ആക്ടിൻ്റെ ആമുഖത്തിൽ ചേർത്ത വാക്കുകൾ. അത് സോഷ്യലിസ്റ്റ്, ഐക്യവും സമഗ്രതയും, മതേതര. ഗവർണർക്ക് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ട്. ഗവർണർക്ക് താഴെ പറയുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഓർഡിനൻസ് പുറപ്പെടുവിക്കുക, രാഷ്ട്രപതി ഭരണം ശുപാർശിക്കുക, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുക, ഒരു മന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും മന്ത്രിസഭ അത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഗവർണർക്ക് മന്ത്രിയോട് അത് കൗൺസിലിന് സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. ആർട്ടിക്കിൾ 330, 332 പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 330, 332 പറയുന്നത് എന്തൊക്കെയാണ്? അത് ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിധാൻസഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണത്തെക്കുറിച്ചും പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണത്തെക്കുറിച്ച് പറയുന്നതാണ് 330, 332. ലോകസഭയിൽ 330, വിധാൻസഭയിൽ 332. ഓക്കെ. മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്ന് വിലയിരുത്തുക. പൊതു താൽപ്പര്യ വ്യവഹാരങ്ങൾക്ക് മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിനെ സഹായിക്കുന്നു. അത് ശരിയാണ്. അതുപോലെ തന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വേഴ്സസ് AK ബാലാജി എന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി TPLFന് പച്ചക്കൊടി കാണിച്ചു എന്നുള്ളതാണ്. അതും ശരിയാണ്. 1, 2 എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓക്കെ. ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ പാർലമെൻറ്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ്? സാധാരണ റിട്ട് പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കിൾ 32 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി. എന്നാൽ ആർട്ടിക്കിൾ 32 അല്ലാതെ വേറെ ഏതാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 139 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചും സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ സാങ്കേതിക വിഭാഗം അല്ലാത്തത്? അത് സംയോജിത ധനകാര്യ വിഭാഗവും പൊതുധനകാര്യ നയ വിശകലന വിഭാഗവുമാണ്. ഓക്കെ. താഴത്തെ പറയുന്നവയിൽ ഏതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ സാങ്കേതിക വിഭാഗം അല്ലാത്തത്? സംയോജിത ധനകാര്യ വിഭാഗവും പൊതുധനകാര്യ നയ വിഭാഗവുമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. 2006 ഡിസംബറിലെ ഗസ്റ്റ് വിജ്ഞാനത്തിലൂടെ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 15(1) പ്രകാരം സ്ഥാപിതമായത്.
കമ്മീഷനെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? 2006 ഡിസംബറിലെ ഗസ്റ്റ് വിജ്ഞാപനത്തിലൂടെ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 15(1) പ്രകാരം സ്ഥാപിതമായത്. ഇത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. 2006 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്? അല്ലല്ലോ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നു. അതും തെറ്റാണ്. കമ്മീഷന് കാലാവധി 5 വർഷമോ 65 വയസ്സോ ആയിരിക്കും. അതും തെറ്റാണ്. 1, 2, 3 എന്നുള്ളതാണ് ഇവിടുത്തെ. ഒരു അന്വേഷണ സമയത്ത് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. അത് ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. ആൻസർ അപ്പം ബി ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത്? എറണാകുളത്തെയാണ്. ഇന്ത്യയിൽ ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തമല്ലാത്തത്? അത് ഉഷ്ണതരംഗം, അതായത് സൂര്യാഘാതമാണ്. ആയുഷ്മാൻ വയ വന്ദന കാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന? ഈ പദ്ധതി PMGYയുടെ കീഴിൽ വരുന്നു. ശരിയാണ്. 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള മുതിർന്ന പൗരന്മാർക്ക് മാത്രം. അത് തെറ്റാണ്. 70 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും ഇത് കിട്ടും. 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ശരിയാണ്. ഓരോ വീട്ടിലെ എല്ലാ പ്രായമായ വ്യക്തികൾക്കും പരിരക്ഷ പങ്കിടും. ശരിയാണ്. സോ ബി ഈസ് റൈറ്റ് ആണ്. കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? അത് 1960 1960 കേരള സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കിയത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രാമവികസന കമ്മീഷണറിൻ്റെ കീഴിൽ വരാത്തത്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വരത്തില്ല. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേര്? അതാണ് മേര യുവ ഭാരത് പ്ലാറ്റ്ഫോം. അടുത്ത ഒരു ചേരുംപടിയാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായതെന്നാണ്? അത് 2010 കേട്ടോ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സ്ഥാപിതമായത് 1988. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 2005. സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ 2005. ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ സ്ഥാപിതമായ വർഷം എന്നാണ്? അത് 2010 കേട്ടോ. 2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനോ 1988 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005 സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ 1992. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. 2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അത് അശോകൻ ചെരുവിലാണ്. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചായിരുന്നു? അത് ബാക്കുവിൽ വെച്ചുമാണ് ക്ലൈമറ്റ് ഉച്ചകോടി നടന്നത്. മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. വൈറ്റമിൻ ബി അതായത് തയാമിൻ കുറവുള്ള ഒരു രോഗി താഴെ പറയുന്നവ പ്രകടിപ്പിക്കുന്നു. വൈറ്റമിൻ B1 അതായത് തയാമിൻ ഏതാണ്? ബെർബറിയാണ് കേട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് ജനസിൽ പെടുന്നുണ്ട്? അത് ലെൻറ്റി വൈറസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി COPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള താഴെ പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികളിൽ ഏതാണ് കേരളം ആരംഭിച്ചത്? ശ്വാസ് ആണ് കേട്ടോ. ശ്വാസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗം അല്ലാത്തത്? അത് അഡിസൺസ് രോഗമാണ്. അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, ഹണ്ടിങ്ടൺ ഇതെല്ലാം ന്യൂറോ ഡീജനറേറ്റീവ് രോഗമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ലകൾ? അത് കൊല്ലം ജില്ലയാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലാറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? അത് നെയ്ഗ്ലേരിയ ഫൗളേരിയാണ്. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം?
എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഭൂമിയെ ചുറ്റി വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ പരിഗണിക്കുക. ഉപഗ്രഹത്തിൻ്റെ ചലനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? വേഗത സ്ഥിരമാണ്, പക്ഷേ ത്വരണം വേരിയബിളാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ള പ്രസ്താവന: തീവ്രത സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിലെ ആവൃത്തിയിലെ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തിൻ്റെ വർധനവ് കാരണമാകുന്നു. അതായത് ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് അതിൻ്റെ കൈനറ്റിക് എനർജിയും കൂടുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ തീവ്രതയിലെ വർധനവ് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോണുകളുടെ പുറന്തള്ളലിന് കാരണമാകുന്നുള്ളതും. ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി, അതായത് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 2, 3 ആണ്. ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നത് പ്രതലബലം കാരണമാണ്. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയത്. ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത്. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയത് കേട്ടോ. 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. വിടവുകൾ പൂരിപ്പിക്കുക. ആൻസറായിട്ട് വരുന്നത് സ്പേസ് ഡെക്സ് ആണ് കേട്ടോ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? നൈട്രജൻ തന്മാത്രകൾക്ക് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. നൈട്രജൻ തന്മാത്രയ്ക്ക് ഓക്സിജൻ തന്മാത്രയേക്കാൾ ചെറിയ ബോണ്ട് ലെങ്ത് ഉണ്ട്. ക്രമത്തിൽ അയോണുകൾ ക്രമീകരിക്കുക. അതായത് അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. മഗ്നീഷ്യം, സോഡിയം, ഫ്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ എന്നുള്ളതാണ് കേട്ടോ. ആമാശയം സ്രവിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് കേട്ടോ. ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് തിരിച്ചറിഞ്ഞത്? അത് സൾഫറിൻ്റെ സാന്നിധ്യമാണ് കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാരതീയ സാഹിത്യ ശില്പികൾ എന്ന ജീവചരിത്ര പരമ്പരയിൽ പുറത്തു വന്ന മലയാള സാഹിത്യ പ്രതിഭകളുടെ ജീവചരിത്രകാരന്മാരെ പരിഗണിക്കുമ്പോൾ ചുവടെ പ്രസ്താവിക്കുന്ന ജോഡികളിൽ ചേരാത്തത് ഏത്? ഇളംകുളം കുഞ്ഞപ്പൻ പിള്ള, ജെ പത്മകുമാരി എന്നുള്ളതാണ് ചേരാത്തത്. KP കേശവമേനോൻ, പാറുക്കുട്ടി, വൈക്കം മുഹമ്മദ് ബഷീർ, MN കാരശ്ശേരി, NP മുഹമ്മദ്, KS ജയശ്രീ. മധ്യേഷ്യയിലും മംഗോളിയയിലും കണ്ടുവരുന്ന സൂദ് എന്ന കാലാവസ്ഥാ പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കി ചുവടെ പരാമർശിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ ഉത്തരശ്രേണി കണ്ടെത്തുക. സൂദ് ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ശക്തമായ കാറ്റ്, മഞ്ഞുവീഴ്ച എന്നിവയോടുകൂടി -30°C വരെ തണുപ്പ് അനുഭവപ്പെടാൻ ഇട നൽകുന്ന കഠിന കാലാവസ്ഥാ പ്രതിഭാസമാണ് സൂദ്. കറുത്ത സൂദ് എന്നത് മഞ്ഞുവീഴ്ചയില്ലാത്ത അതിശൈത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2024 സൂദ് മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപനത്തിൻ്റെ നേരിടാൻ വേണ്ട പദ്ധതികൾക്കായി മംഗോളിയൻ സർക്കാർ തങ്ങളുടെ ഉപപ്രധാനമന്ത്രിയെ തന്നെയാണ് രംഗത്തിറക്കിയത്. 2023-24 ശൈത്യകാലത്ത് കഴിഞ്ഞ 50 വർഷത്തിനിടെ ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചയ്ക്കാണ് മംഗോളിയ എന്ന രാജ്യം സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ചുവടെ പറയുന്ന പരമ്പരാഗത കലകളുടെ സവിശേഷത അല്ലാത്തത് ഏത്?
നമ്പൂതിരി ബ്രാഹ്മണരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഐവറ് കളി. ഗോപിയാളം എന്ന കലാരൂപം കേരളത്തിലേക്ക് എത്തിയത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ശരിയാണ്. പാലക്കാട് അവതരിപ്പിച്ചു കാണുന്ന തോൽപ്പാവക്കൂത്ത് ഇതിവൃത്തം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് തമിഴ് കമ്പരാമായണത്തിൽ നിന്നുമാണ്. കാസർഗോഡ് കുമ്പളയിലെ പാർത്ഥിസുബ്ബ കവിയാണ് യക്ഷഗാനത്തെ പരിഷ്കരിച്ചത്. ഏത് രാജ്യത്തായിരുന്നു ഇന്ദ്രൻ എന്ന ദേവന്റെ പ്രീതിക്കായിട്ട് പന്തൻ എന്ന ചെടിയുടെ തണ്ട് ഉപയോഗിച്ചുകൊണ്ട് പന്തൻ യുദ്ധം അഥവാ പെരാങ് പന്തൻ എന്ന പരമ്പരാഗത ഏറ്റുമുട്ടൽ ആചാരരീതി അരങ്ങേറിയത്? ഇന്തോനേഷ്യയാണ്. റഷ്യൻ സാഹിത്യകാരനായ ദസ്തയേവ്സ്കിയുടെ പ്രസിദ്ധ നോവലായ കുറ്റവും ശിക്ഷയും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയവരെ പരിഗണിക്കുമ്പോൾ ശരിയായ ഉത്തരം ഏത്? ഇടപ്പള്ളി കരുവാണ മേനോൻ, വേണു വി ദേശം, കെ പി ബാലേന്ദ്ര മേനോൻ, ഡോക്ടർ പി ശശിധരൻ. എല്ലാവരും വരും കേട്ടോ. ഇന്ത്യൻ MMA മിക്സഡ് മാർഷൽ ആർട്ട് കായിക താരം പൂജ തോമർ അറിയപ്പെടുന്ന വിളിപ്പേര്? ദി സൈക്ലോൺ. കേരളത്തിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ നീന്തൽ ക്ലബ്ബ് എന്ന വിശേഷണമുള്ള ഡോൾഫിൻ ക്ലബ്ബ് തിരുവനന്തപുരത്ത് സമീപം പിരപ്പൻകോട് സ്ഥാപിക്കുന്നത് മുൻകൈയെടുത്തത് N പരമേശ്വരൻ നായരാണ്. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നത്. 1, 2 എന്നുള്ളതാണ് ശരി കേട്ടോ. താഴെ പറയുന്നവയിൽ ഏത് പ്രോഗ്രാമിലെ ഒരു നിർദ്ദേശമല്ല? ഡീബഗ്ഗിംഗ് ഇൻസ്ട്രക്ഷൻ. OSI മോഡൽ ഹബ്ബ് പ്രവർത്തിക്കുന്ന ലെയർ? ഫിസിക്കൽ ലെയർ. വെബ് ബ്രൗസറിൻ്റെ പ്രധാന പ്രവർത്തനം? വെബ് പേജുകൾ റീട്രീവ് ചെയ്ത് പ്രദർശിപ്പിക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണങ്ങൾക്കായി ലിനക്സ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്ത കാലത്ത് വിളംബരം ചെയ്ത കമ്പനി ഏതാണ്? ഗൂഗിളാണ്. TIOBE ഇൻഡെക്സ് പ്രകാരം 2023 ഏറ്റവും പ്രശസ്തമായ പ്രോഗ്രാമിനുള്ള ഭാഷ ഏതാണ്? പൈത്തൺ. TIOBE ഇൻഡെക്സ് പ്രകാരം 2024 ഏറ്റവും പ്രശസ്തമായ പ്രോഗ്രാമിനുള്ള ഭാഷ ഏതാണ്? പൈത്തൺ ആണ് കേട്ടോ. 2025 വിവരാവകാശ നിയമപ്രകാരം പൊതുപ്രവർത്തനവുമായി ബന്ധമില്ലാത്തതും ആരുടെയെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നതുമായ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടാൻ പാടില്ല. ഒരു കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അപ്പീൽ അതോറിറ്റിയോ കൂടുതൽ പൊതുതാൽപര്യമുള്ളതിനാൽ വെളിപ്പെടുത്തലിനെ ന്യായീകരിക്കുന്നുവെന്ന് കണ്ടെത്തുന്നുവെങ്കിൽ ഈ പ്രസ്താവന ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2021 ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ. ജില്ലാ കമ്മീഷൻ, സംസ്ഥാന കമ്മീഷൻ, ദേശീയ കമ്മീഷൻ എന്നിവയുടെ അധികാരപരിധി പ്രകാരം ജില്ലാ കമ്മീഷൻ 50 ലക്ഷം രൂപ വരെ വിലയുള്ള സാധനങ്ങളെയോ സേവനങ്ങളെയോ കുറിച്ചുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്നു. സംസ്ഥാന കമ്മീഷൻ 50 ലക്ഷത്തിൽ കൂടുതലും 2 കോടി വരെ വിലയുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കുന്നു. ദേശീയ കമ്മീഷൻ 2 കോടി മുതലുള്ള സാധനങ്ങളെയോ സേവനങ്ങളെയോ കുറിച്ചുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്നു. ഇത് 3 ശരിയാണ് കേട്ടോ. ജില്ലാ കമ്മീഷനാണെങ്കിൽ 50 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങളെ സേവനങ്ങളെ പരാതികൾ കൈകാര്യവും, സംസ്ഥാനമാണെങ്കിൽ 2 കോടി വരെയും, ദേശീയമാണെങ്കിൽ 2 കോടിക്ക് മുകളിലുള്ളതും. 2016 വികലാംഗരുടെ അവകാശ നിയമപ്രകാരം വികലാംഗൻ എന്നാൽ ദീർഘകാല വൈകല്യമുള്ള ഒരു വ്യക്തിയാണ് അർത്ഥമാക്കുന്നത്. തടസ്സങ്ങളുമായുള്ള ഇടപെടലിൽ മറ്റുള്ളവരുമായി തുല്യമായി സമൂഹത്തിൽ പൂർണ്ണമായും ഫലപ്രദമായ പങ്കാളിത്തത്തെ തടസ്സപ്പെടുത്തുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം എന്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അല്ലെങ്കിൽ ബൗദ്ധികം അല്ലെങ്കിൽ ഇന്ദ്രിയം ഇതിലുള്ള വൈകല്യം. 2013 ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു ജോലി സ്ഥലത്തെ ഒരു തൊഴിലുടമ ഒരു ആന്തരിക കമ്മിറ്റി സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടുകയോ ഈ നിയമത്തിലെയോ അതിൻ്റെ നിയമങ്ങളിലെയോ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കുകയോ ചെയ്താൽ അയാൾക്ക് രൂപ വരെ പിഴ ചുമത്തപ്പെടും. 50,000 രൂപ വരെ. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് 985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട്സ് നടപ്പിലാക്കിയത്? അത് 323A വകുപ്പാണ്. 2024 ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ പ്രമേയം എന്താണ്? IPയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും നവീകരണവും സർഗാത്മകതയും ഉപയോഗിച്ച് നമ്മുടെ പൊതുഭാവി കെട്ടിപ്പടുക്കുക. ഒരാൾ ജോലി സ്ഥലത്തേക്ക് സൈക്കിളിൽ മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു, പക്ഷേ 6 മിനിറ്റ് വൈകിയാണ് എത്തുന്നത്. വേഗത മണിക്കൂറിൽ 12 കിലോമീറ്ററായി വർദ്ധിച്ച ശേഷം അയാൾ 6 മിനിറ്റുകൾ നേരത്തെ എത്തുന്നു. വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണ്? അത് 12 കിലോമീറ്ററാണ് കേട്ടോ. 72ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 9 ദിവസമാണ്. 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 40 ആണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 15 ആണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 25 ആണ്. 76ാമത്തെ ക്ലോക്കുമായിട്ട് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. ആൻസർ വരുന്നത് 20 ഡിഗ്രി എന്നാണ്. 77 എന്ന് പറയുന്നതിൻ്റെ ആൻസർ വരുന്നത് 1 ആണ് കേട്ടോ. 78 എന്ന് പറയുന്നത് 24 കിലോമീറ്റർ മാക്സ് ആയിട്ടാണ് ആൻസർ മാത്രം പറഞ്ഞിട്ടുള്ളത്. 79ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 120 മീറ്റർ. 80 എന്ന് പറയുന്നത്
ശനിയാഴ്ച എന്നുള്ളതാണ് കേട്ടോ. അടുത്ത മലയാളമാണ്. നമുക്ക് നോക്കാം. ലേഖകൻ എന്ന പദത്തിൻ്റെ ഏതർലിംഗം. ലേഖകൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ലേഖകൻ ലേഖികയാണ്. ദൃഢം ശിഥിലമാണ്. താഴെ ഇറങ്ങി എന്നുള്ളത് പിരിച്ചെഴുതുമ്പോൾ താഴെ അധികം ഇറങ്ങി എന്നാണ്. ഭീമൻ്റെ പുത്രി ഫൈമിയാണ് കേട്ടോ. ഭീമൻ്റെ പുത്രി ഫൈമിയാണ്. നവം എന്ന പദത്തിന് അർത്ഥം ഒന്ന് പുതിയതെന്നുമുണ്ട് 9 ഉണ്ട്. വരികൾ ആരുടെ എന്നാണ്? അത് കുഞ്ചൻ നമ്പ്യാരുടെയാണ് കേട്ടോ. ആദരാരെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരും ഇത് നിർണയം. മുഖം പര്യായപദം വരുന്നത് മുഖം മീൻസ് ഹാസ്യം. ഹൃദയതാളം എന്ന് പറയുന്നത് എന്താണ്? ഹൃദയത്തിൻ്റെ താളമാണ്. അക്കാലം എന്ന് പറയുന്നത് ദ്വിത്വസന്ധിയാണ്. ശരിയായ പദം അനുഗ്രഹീതനാണ് കേട്ടോ. അനുഗ്രഹീതൻ എന്നുള്ളത് എത്രയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. എല്ലാവർക്കും പ്രയോജനപ്പെട്ടു.